السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا؟ 200 صفحة رقم 200. صفحة رقم 200. طيب، في أي لحظة، أي نقطة؟ أرأيت عليا في الفصل؟ لا. نعم. طيب، وبعدين التمرين التاسع: أدخلن هي على الفعل الذي بين القوسين أمام كل جملة ثم أكمل به الجملة. أدخلن هي വിരോധക്രിയയുടേതായ ലാ ചേർക്കുക. അലൽ ഫിഅലില്ലദീ ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്രിയയിൽ, അമാമ കുല്ലി ജുംലത്തിൻ, ഓരോ സെന്റൻസിന്റെയും നേരെ. അമാമ എന്ന് പറഞ്ഞാൽ മുന്നിലെന്നാണ്, ഇവിടെ നമുക്ക് നേരെ എന്ന് പറയാം. അമാമ കുല്ലി ജുംലത്തിൻ സുമ്മ അക്മിൽ ബിഹിൽ ജുംല, then complete the sentence with that. ലന്നഹിയ വിരോധക്രിയയുടെ ലാ ചേർത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്രിയയെ ഉചിതമായ രീതിയിൽ അപൂർണക്രിയയുടെ അല്ല വിരോധക്രിയയുടെ ലാ ചേർത്ത് സെന്റൻസ് പൂർത്തീകരിക്കുക എന്നാണ്. അപ്പോ നീ ഇലൽ മുദീരി യാ ഉസ്താദു തഷ്കു എന്ന ക്രിയയാണുള്ളത്. ലാ തഷ്കുനി ഇലൽ മുദീരി യാ ഉസ്താദു. ലാ തഷ്കുനി ബിദൂനി മദ്ദിൻ, ബിദൂനി മദ്ദിൻ അല്ലോ ബിദൂനിൽ മദ്, മദ്ദില്ലാതെ പറയണം. ലാ തഷ്കുനി. അസ്സാനി താലിബത്തിൻ ഉഖ്റ, മറ്റൊരു സ്റ്റുഡന്റ് പറയാ تبني لا تبني المسجد في هذا لا الشهر. تبني المسجد وأيضا بدون المد. الثالث لا تبكي يا ولد. لا تبكي يا ولد. അവസാനത്തെ അടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. آخر الشكل أو شكل آخر الحرف مهمة. الرابع لا تتبي هذه الورقة يا أخي. ما معنى يا أختي؟ ഈ പുസ്തകം ചുരുട്ടരുത് സഹോദരൻ. ഈ വറക്കത്ത് പേജ് ചുരുട്ടരുത് സഹോദരൻ. വറക്ക എന്ന് പറഞ്ഞ പേജ് എന്താണ് അർത്ഥം? പേപ്പർ. ഈ പേപ്പർ. അൽ ഖാമിസ് لا تجري في الشعر يا ولد. يا ولد. السادس لا تمحو هذه الكلمة يا أحمد. كلمة هذه الكلمة. أين فهمت أنه كلمة؟ مفعول به. كيف فهمت؟ مفعول به. مفعول به. അപ്പൊ ഹാദിഹി എന്താണ്? ആദ്യം ഈ ചൂണ്ടാനുള്ള സംഭവം മാത്രമാണ്. നമ്മളൊരു ക്ലൂ പറഞ്ഞത് ആദിഹി മാറ്റിയിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആദ്യം എപ്പോൾ ഹാദിഹി പോലുള്ള അസ്മാ ഉൽ ഇഷാറത്തിന് ശേഷം അൽ ഉള്ള നാമമാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഉപകരണം മാത്രമാണ്. അവിടെ പ്രത്യേക സ്ഥാനം ഇല്ല എന്ന് കരുതണം. നമ്മൾ കരുതാൻ വേണ്ടിയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അതിനാണ് സ്ഥാനം, മറ്റത് പകരം വന്നതാണ്, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ആദായുടെയും ഹാദിയുടെയും പുറത്ത് അടയാളം കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് ശേഷമുള്ളതിന് അല്ലുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, ഷോർട്ട് കട്ടാണ്, കുറുക്ക് വഴിയാണ്. ശരിയായ രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ
അങ്ങനെ നോക്കിയാൽ നമുക്ക് പ്രായോഗികമായിട്ട് സംഭവം കിട്ടും. അത് ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ഗ്രാമർ പുസ്തകത്തിൽ അങ്ങനെ അറിയാൻ പറ്റില്ല. ഹാദയും ഹാദിഹിയുമാണ് അവിടെ യഥാർത്ഥ സ്ഥാനത്തിലുള്ളത്. പക്ഷേ ഹാദ, ഹാദിഹി, ദാലിക, ഉലായിക ഇവയ്ക്കൊന്നും എന്താവില്ല, അടയാളം വ്യക്തമാവില്ല, എല്ലാം മബിനിയാണ്. അതുകൊണ്ട് അതിന് ശേഷമുള്ളതിന് അല്ലുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് അടയാളം പറയാൻ പറ്റും. ഈ ബസ്സാബിയ لا تدعوا مع الله إلها آخر. أين قرأت هذه الآية؟ هذه هؤلاء هذه كلمات في القرآن. سورة قصص. سورة قصص. قصص. قصصിലാണ്. അതെ, സൂറത്ത് ശുആറയിലുണ്ട്. ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ഉണ്ടാവും. ولا تدعوا مع الله إلها آخر. الثامنة لا تمشي في الشمس يا محمد. يا محمد. يا محمد. طيب تأمل ما يلي. ما معنى التأمل؟ اقرأ بالتدبر. ചിന്തിച്ചു വായിക്കുക. نسي ينسى لم ينسى انسى يعني آخرها لا مد في آخره. نسي ينسى لم ينسى انسى. ലം വന്നതുകൊണ്ട് ദീർഘം പോയി. അതേപോലെ കൽപ്പനക്രിയ ആയതുകൊണ്ട് ദീർഘം പോയി. خشي يخشى لم يخشى يخشى. بقي يبقى لم يبقى يبقى. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോ ഇത്രയും സംഗതി ഒരു ചെയ്യുക. അപ്പം ഇവിടെ എന്താണ്? നസിയ, യൻസ, യഖ്ഷ, യബഖ എന്നൊക്കെ അവിടെ എന്തുണ്ട്? മദ് ഹർക്കത്തേലുണ്ട്. 2 ഹർക്കത്തിന്റെ മദ്ദുണ്ട്. അത് ലം വന്നാൽ ലം യഖ്ഷ. അല്ലാഹു തആല വലം യഖ്ഷ ഇല്ലല്ലാഹ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നൊക്കെ പറഞ്ഞില്ലേ? അവസാനം പറഞ്ഞെന്താ? വലം യഖ്ഷ ഇല്ലല്ലാഹ്, സൂറത്ത് തൗബയിൽ. അപ്പൊ അല്ലാഹ് അല്ലാതെ വേറെ ആരെയും ഭയപ്പെടുകയുമില്ല. ഭയപ്പെട്ടിട്ടില്ല എന്നാണ്, പക്ഷെ പ്രാക്ടിക്കലി അർത്ഥം ഭയപ്പെടുകയുമില്ല എന്നാണ്. ലം യഖ്ഷ. അതേപോലെ എന്താണ്? അവിടെ എന്താവുന്നത്? ഹഷിയുള്ള വാക്കാണ്. പക്ഷെ ഇവിടെ ലം വന്നത് കൊണ്ട് അവസാനം മുഫ്രദില് എന്തില്ല? ദീർഘമില്ല. മറ്റിടത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അടയാളം വാവൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം. ഇത് എടുത്തു പറയുന്ന പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തഖ്ഷൗന്നാസ എന്ന് പറയുമ്പോൾ ബഹുജനമാണ്. തഖ്ഷൗ ലാ തഖ്ഷൗ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തെറ്റാൻ സാധ്യത കുറവാണ്. നമ്മളെ പഠിച്ചാൽ മതി, തെറ്റാൻ സാധ്യത കുറവാണ്. വലം യഖ്ഷ ഒരുപാട് ഇമാമുകൾ തെറ്റിച്ച് പോകുന്നുണ്ട്. തെറ്റിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ അശ്രദ്ധ കൊണ്ടാണ്. പലരും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തില് പഠിച്ചത് പിന്നെ മറക്കാതിരിക്കുന്നുണ്ട്. അതേപോലെ ബഖ യബ്ഖ ലം യബ്ഖ യബ്ഖ. അപ്പൊ ലം യബ്ഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാക്കിയായിട്ടില്ല, ബാക്കിയായിട്ടില്ല, ശേഷിച്ചിട്ടില്ല. മലയാളത്തിൽ പറഞ്ഞാൽ ശേഷിച്ചിട്ടില്ല, അറബി പറഞ്ഞാൽ ബാക്കിയായിട്ടില്ല. അൽ ഹാദി അശർ ഇഖ്റ മാ യലി. طيب اقرأوا. بقي من الطعام شيء. من الطعام شيء. بقي من الطعام شيء. لم يبقى. لم يبقى منه شيء. لا لم يبقى منه شيء. الثاني طالبة ذهبت أخرى أمي إلى مكة وبقيت هناك شهرين. طيب لما فتحت مكة؟ إلى مكة. إلى مكة എന്തുകൊണ്ട് ഫതഹാക്കപ്പെട്ടു? സ്വീകരിക്കാത്ത നാമം. ഗൈറു മുൻസരിഫ് എന്ന് പറയണം കേട്ടാ. ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? കസറിന് പകരം
ഫത്തഹാന്ന് കൊടുക്കുക. فتح ബഖിയത്ത് ഹുനാക ഷഹ്റൈൻ. ബഖിയത്ത് ഹുനാക ഷഹ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ സ്റ്റേ 2 മാസം 2 മാസം അവിടെ സ്റ്റേ ചെയ്യും. 2 മാസം അവിടെ തങ്ങി. നമ്മൾ ഈ ലോക്കൽ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ആശയം വരുമ്പോൾ നമുക്ക് അറിഞ്ഞ് പറയാൻ പറ്റും. ബക്കിയത്ത് ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ തങ്ങി എന്നർത്ഥം വരുമ്പോഴത്തേക്ക് ആ ബക്കിയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അസാലിസ് لا تنس لا تنس ما قلت لك. ما قلت لك لا تنس ما قلت لك. ലാ തൻസ എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിലായി അത് പുരുഷനോടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാ ഖുൽതു ലക എന്താ അർത്ഥം? എന്നോട് പറഞ്ഞല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറക്കരുത്. റാബിയ نسيت معنى هذه الكلمة. هذه كلمة എന്തുകൊണ്ട് കലിമത്തിന് കസർ കൊടുത്തു? ഹാദിഹിയുടെ ബദലാണ്. തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് ഹാദിഹിലേക്കാണ് ഇലാഫത്ത് ചെയ്തത്. ഹാദിഹിയുടെ അടയാളം നമുക്ക് അറിയാത്തതുകൊണ്ട് കലിമത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോ മാനെ ഇലാഫത്ത് ചെയ്ത് കലിമത്തിലേക്ക് ഇലാഫത്ത് ചെയ്ത് മാനൽ കലിമത്തി എന്നാണ്. കലിമത്തിന്റെ അർത്ഥം എന്താ? ഏത് കലിമത്ത്? ഈ കലിമത്ത്. അപ്പൊ മാനൽ കലിമത്തി എന്നാണ് കലിമത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഇലാഫത്താണ്. അതുകൊണ്ട് കസ്രിയ. അൽ ഖാമിസ് اخشى الله ولا تخشى أحدا غيره. لا تخشى غيرا لا تخشى أحدا غيره. ഗൈറിന് എങ്ങനെയാ ഫതഹ് വന്നത്? അഹദിന്റെ ബദലാണ് കേട്ടോ. അഹദിന്റെ ബദലാണ്. صراط الذين أنعمت عليهم غير غيرന് എങ്ങനെ കസർ വന്നു? അലൈഹിം ഗൈരി. അല വന്നത് ഹിം വന്നു. ആ ഹിം എന്താണ്? ഹിമ്മിന്റെ ബദലാണ് ഗൈരി. അല മുൻകളത് അലൈഹിം. പിന്നെന്താ ഹിമ്മിന് പകരം ഗൈരി. അല്ലെങ്കിൽ സിറാത്ത അല്ലദീനാണ് കേട്ടോ. സിറാത്ത അല്ലദീന അല്ലദീന. അപ്പൊ സിറാത്ത അല്ലദീന അവിടെയാണ് കണക്ഷൻ കേട്ടോ. സോറി, സിറാത്ത അല്ലദീന ഇളാഫത്ത് ചെയ്തത്. സിറാത്ത അല്ലദീന. അല്ലദീനയുടെ ബദലാണ് ഗൈരി. സിറാത്ത അല്ലദീന. സിറാത്ത അല്ലദീന ഒരു കൂട്ടരുടെ മാർഗം. ഗൈരി അല്ലാത്തവരുടെ മാർഗം. സിറാത്ത അല്ലദീന. സിറാത്ത ഗൈരിൽ മഗ്ദൂബി. അല്ല അല്ല അവിടെ കേട്ടോ. സിറാത്ത അല്ലദീന ഔ സിറാത്ത ഗൈരി. അപ്പോ يخشى الله ولن يخشى أحدا غيره. أنا أنسى كثيرا. أنا أنسى كثيرا. ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ബക്ക ലം യബക്ക വന്നപ്പോൾ അവിടെ എന്ത് വന്നു? ലം വന്നുകൊണ്ട് ദീർഘം പോയി. ദഹബത്ത് ഉമ്മി ഇല മക്കത്ത ബക്കിയത്ത്. ബക്കിയത്ത്. അപ്പോ ബക്കിയ എന്നതിന്റെ കൂടെ എന്താ തഴിഞ്ഞ് ചേർത്തപ്പോ അവിടെ അങ്ങനെ തന്നെ ഉണ്ട് ബക്കിയത്ത്. പിന്നെ ലാ തൻസ വിരോധക്കുള്ളിൽ ലാവുന്നപ്പോൾ അവസാനത്തെ അടയാളം പോയി. നസീത്തു വന്നപ്പോൾ എന്തായി? അവിടെ പൂർണ്ണമായിട്ടുണ്ട്. നസീത്തു ദീർഘമാണ് വന്നത്. നസീത്തു. നസിയ നസിയ നസു നസീത്ത നസീത്തു. അപ്പൊ നസീത്തു അവിടെ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ദീർഘമാണ്. അതിന് മുമ്പ് ദീർഘമായിട്ടാണ് വന്നത്. യക്ഷ വന്നപ്പോൾ അവസാനത്തെ ദീർഘം പോയി. വലാ തക്ഷയിലും അവസാന ദീർഘം പോയി. അന അൻസ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അന അൻസ ഞാൻ മറക്കുന്നു. അപ്പൊ എന്താണ്? അവിടെ ദീർഘം മദ്ദുണ്ട്. മദ് ഉണ്ട്. സാബിയ മാ ഹദറ.
സാബി ഒരാൾ വയ്ക്കും. ما حضر طلحة منذ أسبوع آه. أخشى أن يكون مريضا. എന്തുകൊണ്ട് മാ ഹദറ ത്വൽഹത്തുൻ എന്ന് പറഞ്ഞില്ല? ما حضر മാ ഹദറ ത്വൽഹത്തുൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? മാ ജാ മുഹമ്മദുൻ എന്നല്ലേ? മുഹമ്മദ് വരുമ്പോൾ മാ ഹദറ മുഹമ്മദുൻ എന്നല്ലേ പറയുക? എന്തുകൊണ്ട് മാ ഹദറ ത്വൽഹത്തുൻ എന്ന് പറഞ്ഞില്ല? സ്ത്രീകളൊക്കെ ആ താ പറയുന്ന ക്രിയകളല്ല, താ വന്ന നാമങ്ങളൊക്കെ എന്താണ്? ഖൈർ മുൻസരിഫാണ്. അതുകൊണ്ട് തൻവീൻ വരില്ല. അതെങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. കാരണം ചോദിച്ചാൽ അടിവരയിട്ട പദങ്ങളുടെ എന്താ പറയാ, അടിവരയിട്ട ഭാഗത്തെ വ്യാകരണം വ്യക്തമാക്കാന്ന് പറഞ്ഞാൽ അവിടെ ഖൈർ മുൻസരിഫ് ആയതുകൊണ്ട്, തൽഹത്തു ഖൈർ മുൻസരിഫ് ആയതുകൊണ്ട് തൻവീൻ വരികയില്ല. ഒരു നമ്മാണുള്ളത്. മുൻദു ഉസ്ബുഐൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടാഴ്ച മുമ്പ്. രണ്ടാഴ്ച മുമ്പെന്നാ? സിൻസ് 2 weeks. സിൻസ് രണ്ടാഴ്ചയോളമായി കേട്ടാ, രണ്ടാഴ്ചയോളമായി, അതാണ് സിൻസ്. ഇനി എന്തുകൊണ്ട് ഐൻ എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഈ പിന്നെ ആനി എന്ന് പറഞ്ഞില്ല? വെർബ് സമാനായതുകൊണ്ട്. വെർബ് സമാനായതുകൊണ്ട് സമാനായതുകൊണ്ടല്ല, സമാനായതുകൊണ്ടല്ല. വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? സമയ സന്ദർഭം ഒന്നുമല്ല. രണ്ടാഴ്ച ആയതുകൊണ്ട്. എന്തുകൊണ്ട് മുസ്ബു ആനി എന്ന് പറഞ്ഞില്ല? മുൻതു കഴിഞ്ഞത്, മുന്തുവിന് ശേഷം അല്ല, മുന്തുവിന് ശേഷം വന്നോണ്ട്. മുൻതു കസറത്ത് വരുന്ന പദമായതുകൊണ്ട്. അത് തന്നെ മുൻതു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടത്തിൽ എഴുതിയിരിക്കേണ്ട സംഭവമാണ് മുൻതു. കസറത്തിന്റെ പദങ്ങളുടെ നമ്മുടെ കയ്യിൽ ഒരു പേജ് വേണം കേട്ടോ. ഒരു പേജ് വലുതായിട്ട് എഴുതി വയ്ക്കണം. കസർ വരുത്തുന്ന പദങ്ങൾ 19 എണ്ണം ഉണ്ട്. 19 എണ്ണം. ചിലതൊക്കെ റെയർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ പഠിക്കുന്നില്ല. പഠിക്കുന്നവ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് എഴുതി വെക്കുക. കസർ വരുത്തുന്ന പദങ്ങൾ പ്രത്യേകം എടുത്ത് എഴുതി വെക്കണം. നമ്മൾ ലീമിൻ അൻമ ബീഫി അല ഇലയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേറെ ചില വാവ്, സത്യം ചെയ്യാനുള്ള വാവ്, പിന്നെ കാഫ്, ഹത്ത, പിന്നെന്താണ്? അതൊക്കെ സ്ഥാനം പറയുന്നതാണ്. അതൊക്കെ സ്ഥാനം പറയും. അത് എന്താണ്? കസർ വരുത്തുന്ന സബ്സിഡറി പദങ്ങളാണ്. കസർ വരുത്തുന്ന മെയിൻ പദങ്ങളല്ല. അത് കസർ വരുത്തുന്ന പദങ്ങൾ എന്ന് ഹറൂഫുൽ ജർ എന്ന് അറിയപ്പെടുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി അതാണ്. അതുകൊണ്ട് അത് കസർ വരുത്തുന്ന പദങ്ങൾ എന്ന് അതിന് പറയാറില്ല. നമ്മളെ പേര് പറയുമ്പോൾ ഹറൂഫുൽ ജർ എന്ന് പറയാറില്ല. പക്ഷെ അത് സ്ഥാനങ്ങൾ ഒക്കെ പറയുന്നത് കൊണ്ട്, സ്ഥാനം, അളവ്, തോത് ഇതൊക്കെ പറയുന്നുണ്ട്. നെയ്യം അതൊക്കെ പറയുന്നതുകൊണ്ടാണ് അത് ഏകദേശം നമ്മൾ ആ രീതിയിൽ കണക്കാക്കി. അതുകൊണ്ട് അതിനുശേഷമുള്ളത് കസറായിട്ട് ഇതെല്ലാം അതിൽ വരും. സ്ഥാനം പറയുന്നതാണ്. ഈ മുന്തു എന്ന് പറയുന്നത് അതിൽ പെട്ടതാണ്. മുന്തു എന്ന് പറയുന്നത് കസർ വരുത്തുന്ന പദമാണ് ഒറിജിനലി. അതായത് ജറിന്റെ അക്ഷരത്തിൽ പെട്ടതല്ല. ഹുറൂഫ് ജറിൽ പെട്ടതാണ്. ഹുറൂഫ് ജറിൽ പെട്ടതാണ് മുന്തു. അതാണ് എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞത്. മറ്റേ സബ്സിഡിയറി വേർഡ്സ് നമ്മൾ വേറെ എഴുതി തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു. നമ്മൾ ഈ സ്റ്റുഡന്റ്, പുതിയ സ്റ്റുഡന്റ്, അപ്പൊ അണ്ടർസ്റ്റാൻഡ് ബ്രാൻഡിൽ പഠിക്കാതെ വന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്വരം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അപ്പോ മുൻജു എന്താണ്? കസർ വരുന്ന പദങ്ങളാണ് നമ്മൾ എഴുതി വെക്കാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ ലീമിൻ അൻമ ബീഫി അല ഇല ഇതെല്ലാം കസർ വരുന്ന പദങ്ങളാണ്. അത് കൂടാതെ നമ്മൾ സത്യം ചെയ്യാനുള്ള വാ വിളിച്ചു. കാഫ് വ ഹത്തക, വ ഹത്തക, വാവ് കസം, സത്യം ചെയ്യാനുള്ള വാവ്. കൽ ഹിൽ എന്ന് പറഞ്ഞ പോലെ കാഫ്, പിന്നെ നാമത്തിന് മുമ്പ് വരുന്ന കാഫ്, പിന്നെ ഹത്ത, അത് പഠിച്ചു. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് വേറെ ഒന്നും നമ്മൾ കസർ വരുത്തുന്ന പദങ്ങൾ പഠിച്ചേ. അതിൽ ഒന്നാണിത് മുൻപ്. അപ്പൊ എന്താണ്? ഉസ്ബു ആനി എന്ന് പറയില്ല, ഉസ്ബു ഐനി എന്ന് പറയും. കസർ വരുന്നത് കൊണ്ട് സാക്കിനത്ത് കൊണ്ടാണ് ഇത് കസർ ചെയ്തത്. സാക്കിനത്ത്
ഐനി ഉസ്ബു ഐനി യാത് സാക്കിനത്ത് വന്നാൽ പിന്നീട് ശേഷമുള്ളതിന് കസരിയില്ല. ഐനി അക്ഷ യകൂന മരിയവൻ. അപ്പൊ അവിടെ എന്തോ ഇത് അക്ഷ ഇതെവിടെയാണ്? ഇതാണ് നമ്മളെ പാഠത്തിന്റെ സബ്ജക്റ്റ്. അക്ഷ യകൂന മരിയവൻ. അപ്പൊ എന്താ അർത്ഥം? അവൻ സൂക്കേടാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കരുതുന്നു. അക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നു. പേടിച്ചു പറിച്ചു വരുന്ന അർത്ഥം. അല്ല, രോഗിയാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ഐ ആം അഫ്രൈഡ് ദാറ്റ് ഹി ഈസ് സിക്ക് എന്ന് പറഞ്ഞാൽ അയാൾ രോഗിയാണോ എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ശരിക്കും അർത്ഥം. പക്ഷെ അവിടെ എന്താണ്? സിവിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ കരുതുന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്നാണ്. അയാൾ രോഗിയായി പോകുമോ എന്ന് ഞാൻ കരുതുന്നു. അയാൾ വന്നില്ല. ഹദറ രോഗിയാകും എന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. ഭയപ്പെടുന്നു പറഞ്ഞാൽ പേടിച്ചു വരയ്ക്കുന്നതിന് ഭയപ്പെടില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ആം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ യൂസേജ് ചെയ്യാൻ മുമ്പ് പഠിച്ചായിരുന്നു. ഐ ആം അഫ്രൈഡ് എന്നൊരു യൂസേജ് പഠിച്ചില്ലേ? അതാണ് അക്ഷ യകൂന മരിയവൻ. അസാമിൻ ഒരാൾ قال النبي صلى الله عليه وسلم يتبع الميت ثلاثة أهله وماله وعمله فيرجع اثنان فيبقى واحد فيرجع أهله وماله وبقي عمله. ليس واو هناك في بداية يرجع، هي قبل يرجع. لا واو قبل يرجع. يرجع أهله وماله وبقي عمله. وماذا درست من الإمارات؟ نازل شام شارقة. ماذا تدرس هناك؟ ما عدا التجويد. أنا سمعت أنك تدرسين تجويد القرآن، صح؟ إن شاء الله صح. وماذا تدرس بغير التجويد؟ تدرسين വേറെന്താ പഠിക്കുന്നു? വേറെന്താ, ജീവിതം മാത്രം പഠിക്കുന്നു. അറബി പഠിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം? അറബി ഇത്രയും നാളായിട്ട് എന്റെ ടീച്ചർ ഈജിപ്ഷ്യനാ. എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സംസാരിച്ചിട്ട് പറയണം എനിക്ക് അറബി സംസാരിക്കണം. പിന്നെന്താ പറയുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അവർക്കും ടീച്ചറിനും കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അതാ കുഴപ്പം. ടീച്ചറിന് കുറച്ച് ഇംഗ്ലീഷ് അറിയുന്നതാണ് കുഴപ്പം. അതെ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ തജീബിദിൽ അവിടെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളതെല്ലാം അറബികളാണ്. അറബി അല്ലാത്തവരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ തജീബിൽ ചേർന്നത്. എനിക്ക് ഇംഗ്ലീഷ് പറയേണ്ടി വന്നിട്ടില്ല. ഉള്ള അറബി വെച്ചിട്ട് എന്നെ തട്ടുക. കാരണം ഉള്ള അറബി വെച്ച് തട്ടിയ ഒരു ദിവസം ഒരു വാക്ക് നമ്മൾ പുതിയതായിട്ട് പഠിച്ചാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഇല്ലേ? 100 ദിവസം ആകുമ്പോൾ 100 വാക്കായി. ഒരു ദിവസം ഒരു വാക്ക് പുതിയതായിട്ട് പഠിച്ചാൽ മതി. നമ്മൾ 2 വർഷം 3 വർഷം അവിടെ വർക്ക് ചെയ്യുന്ന വിചാരിക്കും. എത്രയായി? 365 വാക്ക് ഒരു ദിവസം പഠിച്ചാൽ, ഓരോ ദിവസം ഓരോ വാക്ക് പഠിച്ചാൽ ഒരു വർഷം 365 വാക്കായി. ഒരു വാക്ക് പുതിയ കിട്ടിയാൽ ഭയങ്കര അഡ്വാൻറ്റേജ്. ഒരു ഷോപ്പിൽ ചെന്നാൽ നമുക്ക് അറബി തന്നെ വിചാരിക്കുക. അറബിയുള്ള ഷോപ്പിൽ പോകുക. അല്ലെങ്കിൽ അറബി ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അവിടെ അറബി ഉണ്ടാവും സെയിൽസിൽ, അല്ലെങ്കിൽ കച്ചവടത്തിൽ സെയിൽസ്മാനായിട്ട് അവിടെ എവിടെയെങ്കിലും കാണും. അയാളെ നമ്മൾ പിടിക്കുക, അയാളുടെ അറബി പറയുക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, കിട്ടാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ യമനികളുടെ കടയിലൊക്കെ പോകും, ഷോപ്പിലൊക്കെ പോയിട്ട് എനിക്ക് അവിടെ വേറെ സാധനം, ഞാൻ എന്തെങ്കിലും 2 രൂപയുടെ സാധനം വാങ്ങിക്കായിരിക്കും പോകുന്നു. 2 രൂപയുടെ സാധനം വാങ്ങിയിട്ട് ഇതിന്റെ പേരെന്താന്ന് ചോദിക്കും. വേറെ സാധനം എനിക്കറിയാത്ത സാധനത്തിന്റെ പേരുണ്ടെങ്കിൽ, ആ സാധനം ഉണ്ടെങ്കിൽ, പേരറിയാത്ത സാധനം ഉണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താന്ന് ചോദിക്കും. ആ പേരെന്താന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. ഒരു വാക്ക് പഠിച്ചു. അടുത്ത ദിവസം വേറെ കളിയിൽ പോകും. 2 ദിവസം കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കാൻ താല്പര്യമുണ്ട് അവൻ പറഞ്ഞു തരുന്നു. ഓക്കെ. ഇവിടെ എന്താ നമ്മുടെ സബ്ജക്റ്റ് ഉള്ളത്? ബക്കിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ബക്കിയ യബ്ക എന്ന് പറയുന്നിടത്ത് ബക്കിയയ്ക്ക് എന്തുണ്ട്? യാഇന് ഫതഹുണ്ട്. ബക്കിയ
അപ്പോ ഹർഫ് എന്താണ് ദുർബലാക്ഷരമാണെങ്കിലും അവിടെ എന്ത് ചെയ്യും? റളിയ പോലെ യാ ഫത്തഹ് വെളിവാകും. ബക്കിയല്ല എബക്കാന്നാണ് ഇവിടെ പറഞ്ഞത്. യബ്ഖയാണ്. യബ്ഖ യബ്ഖ വാഹിദ്. അപ്പൊ മദ്ദ. ബക്കിയ എബക്കയാണ്. അതിന്റെ മാളിയിൽ എന്തുണ്ടാവും? ബക്കിയ ബക്കിയ. എന്നായിരിക്കും വരിക. വയബക്ക വാഹിദ് فيرجع اثنان ويبقى واحد يرجع أهله وماله ويبقى عمله. حامد مشى آمنة مشت. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? هو دعا هي دعت. അതേപോലെ ഹാമിദുൻ മഷ ആമിനത്തു മഷത്. ഹാമിദുൻ നസിയ ആമിനത്തു നസിയത്. അപ്പോൾ നസിയ എന്നിടത്ത് എന്താണ്? ഹാമിദിൻ മഷ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ഹദായുടെ എന്താണ്? ഹദായുടെ അലിഫാണ്. നസിയ വന്നപ്പോഴോ റദിയ പോലെയാണ്. അവിടെ യായ്ക്ക് ഫത്തഹ് വെളിവാകും. റദിയ യർല. ഹാമിദിൻ നസിയ ആമിനത്തു നസിയത്. ഹുവ യർല ഹുവ റളിയ ഹിയ റളിയത്. ദഅത്ത് പോലെ അതിന്റെ അക്ഷരം പോകുന്നില്ല. മറിച്ച് എന്താണ്? റളിയ റളിയത്ത്, നസിയ നസിയത്ത്. യത്ബഉൽ മയ്യിത്താന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? യത്ബഉൽ മയ്യിത്ത എന്ന് പറഞ്ഞത് അതാണ് പറഞ്ഞെടുക്ക ഒരാള്. മയ്യത്തിനെ പിന്തുടരും. ഒരു മയ്യത്തിന് ഉണ്ടാവുന്നത്, മയ്യത്തിന് മയ്യത്തിനെ പിന്തുടരും. പിന്തുടരുന്നത്. അല്ല, മയ്യിത്ത അലിഫൊന്നും എന്താണോ? അലിഫോ മഫൂലും ബിഹി. യത്ബഉൽ മയ്യിത്ത, മയ്യിത്തിനെ പിന്തുടരും. സലാസത്ത്, 3 കാര്യങ്ങൾ, 3 പേര്. ഫയർജു ഇസ്നാന. യർജിഉ ഇസ്നാന അല്ല, യർജിഉ ഇസ്നാനി. ഇസ്നാന എന്നൊരു വാക്കില്ല കേട്ടോ. ഇസ്നാനാണ് അതിലുള്ളത്, ബുക്കിലുള്ളത്. അപ്പൊ തിരുത്തി കളയും, കെസ് കൊടുക്കും. വാഹിദുൻ ഇസ്നാനി സലാസത്തുൻ. മദ്രസ പഠിച്ചില്ലേ നമ്മൾ പണ്ട്? ബുക്കിൽ അങ്ങനെയാണ്. ബുക്കിൽ ഇസ്നാനി ഇസ്നാൻ എഴുതിയിട്ടുണ്ടോ? ഇസ്നാനായ. നായ്ക്ക് 10 വെട്ടിക്കളയും. കാരണം എന്താണ്? അങ്ങനെ വരാനേ സാധ്യതയില്ല. ഇസ്നാനൊരു വാക്കില്ല, ഇസ്നാനി. ഇതൊക്കെ ഇത്ര നാൾ പഠിച്ചെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട സംഭവമായിരുന്നത്. അതായത് ലോകത്തിന്റെ അധികവും എന്താണ്? സമാഇയാണ്, കേട്ട് പഠിക്കലാണ്. ഭാഷയുടെ 90% കേട്ട് പഠിക്കലാണ്. മലയാളത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കുട്ടി മലയാളം എങ്ങനെ സംസാരിക്കുന്നു? കുട്ടി മലയാളം സംസാരിക്കാൻ കേട്ട് പഠിച്ചിട്ടാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ട് പഠിക്കുന്നത്. പിന്നെ ജനിക്കുമ്പോൾ എല്ലാവരും പറയുന്നു, കേൾക്കുന്നു, അതുപോലെ കഴിക്കാം. എല്ലാവരും കരയുന്നു, എല്ലാവരും ചിരിക്കുന്നവനാണ് കുട്ടി കരയുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ലേ? യർജിഉ അഹ്ലുഹു എന്തുകൊണ്ട് അഹ്ലഹു എന്ന് പറഞ്ഞില്ല? യർജിഉ അഹ്ലുഹു, അഹ്ലുഹു എങ്ങനെ ലമ്മു വന്നു? എന്തുകൊണ്ട് അഹ്ലഹു എന്ന് പറഞ്ഞില്ല? ഫാഇൽ മർഫൂആണ്. ഫാഇൽ മർഫൂ, റഫ് ചെയ്യപ്പെട്ട ഫാഇലാണ്. طيب ഇസ്നാദു മശ ഇല ദമാഇർ എന്ന് പറഞ്ഞാൽ മശയുടെ രൂപഭേദങ്ങൾ. ഇസ്നാദു ലമീർ, ഇസ്നാദു ദമാഇർ എന്ന് പറഞ്ഞാൽ ക്രിയയുടെ രൂപഭേദങ്ങൾ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ച രീതിയിൽ പറഞ്ഞാൽ. അവിടെ ഇളാഫത്തെന്നോ ചേർക്കലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഫേദിന്റെ കൂടെ ഇപ്പൊ കാല അല്ല, നമ്മൾ എന്ത് പഠിച്ചു? ഖലഖഹു പഠിച്ച പോലെ അവിടെ ലമീർ ചേർന്ന് വരുന്നുണ്ട്. അവിടെ എന്താണ്? മഫ്ഊലും ബിഹി ആയിട്ടാണ് ചേർന്ന് വരുന്നത്. ഖലഖ എന്നത് ക്രിയ വേറെയുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു സർവനാമം ചേർക്കും. അവിടെ എന്താണ്? മഫ്ഊലും ബിഹി ആയിട്ടാണ് ചേർന്ന് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? അതിനകത്ത് ഉള്ള സംഭവമാണ്. മറിച്ച് നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ആ ക്രിയയുടെ രൂപഭേദങ്ങൾ ഉണ്ടാകും. ഹാമിദുൻ മഷ എന്ന് പറഞ്ഞാൽ അൽ ഔലാദു മശൗ പഠിച്ചു. മഷ മശൗ. ആമിനത്തു മഷത്
ബനാത്തു മശൈന. അസിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ അസിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അസിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കേണ്ടതാണ്. ബനാത്തു മശൈന എന്നല്ലേ വരുന്നത് ഉസ്താദ്? അൽ ബനാത്തു മശൈന. മശൈന എന്ന് വരാൻ കാരണം നമ്മൾ ഫതഹ പറഞ്ഞാൽ എങ്ങനെ വരും? ഫതഹ്ന. അപ്പൊ എന്തുണ്ട്? മശൈന. മഷാ എന്ന് പറഞ്ഞ അവസാനത്തെ അക്ഷരം ഹദായുടെ ഹദയാണ്. അത് അലിഫാണെങ്കിലും അങ്ങനെ യാന്റെ രൂപത്തിൽ എഴുതുന്നത് കൊണ്ട് അതിന് സുക്കൂൻ ഇട്ടിട്ടാണ് നൂന് നിസ്വത്തിന്റെ കൂടെ വരിക. മഷൈന എന്ന് പറഞ്ഞ അവസാനത്തുള്ള നൂന് എന്ത് പേര് പറയും? നിസ്വത്ത്. നിസ്വത്ത് ഖുറാനിൽ വായിച്ചിട്ടില്ലേ? നിസ്വത്തിന് ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അന്നും സൈദ് സാഹിബ് പറഞ്ഞു വായിച്ചിട്ടുണ്ടെന്ന്. അത് തന്നെ. മാഹിൽ ആയ وقال نسوة في المدينة امرأة العزيز تراود فتاها. അപ്പോ നിസ്വത്ത് നിസ എന്ന് വന്നിട്ടുണ്ട്, നിസ്വത്തിന് എന്ന് വന്നിട്ടുണ്ട്. നിസ എന്ന് പറയാം, നിസ്വത്ത് എന്ന് പറയാം. അപ്പോ നൂന് നിസ്വത്ത് എന്നാണ് ഗ്രാമറിൽ പറയുന്നത്, പെണ്ണുങ്ങളിലൂടെ. അപ്പം ബഹുവചനത്തിന്റെ ജമ്മൽ മുഅന്നസിന്റെ നൂനെന്ന് പറയേണ്ട കാര്യമില്ല. ജമ്മൽ മുഅന്നസിന്റെ നൂനെന്ന് പറയേണ്ട കാര്യമില്ല. ഒറ്റ വാക്കി പറയാം. നൂന് നിസ്വത്ത്. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളുടെ നൂന്. അപ്പോ അൻത മശൈത, അൻതും മശൈത്തും, ഹദൈത ഹദൈത്തും പോലെ. അൻതി മശൈതി, അൻതുന്ന മശൈതുന്ന. അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അന മശൈതു, നഹ്നു മശൈന. അപ്പൊ അൻതി എന്ന് പറഞ്ഞാൽ അൻതി യാ ഉഖ്തി മശൈതി, അൻതുന്ന യാ അഖവാതു മശൈതുന്ന. അന മശൈതു, നഹ്നു മശൈന. طيب إسناد يمشي إلى الضمائر. حامد يمشي، الأولاد يمشون. يمشون القرآن പല സ്ഥലത്തുണ്ടല്ലോ. മസാക്കിനിഹിം എന്ന് പറഞ്ഞിട്ട് എവിടെ? സൂറത്ത് സജ്ദയിലാണ്. ആമിനത്തു തംശി, البنات يمشين. أنت تمشي، أنتم تمشون. أنت تمشين، أنت تمشين. تفتحين نظرين ولا أنت تمشين. ഇത് നമ്മള് ഒരുപാട് ചിന്തിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പട്ടിക അറിയാമെങ്കിൽ പട്ടിക അണ്ടർസ്റ്റാൻഡ് ഖുറാനിലെ പട്ടിക പഠിച്ചു പോലെ പട്ടിക പഠിക്കുക. അതാണ് ഷോർട്ട് കട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പവർ പോയിന്റിന്റെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? നിങ്ങൾ പവർ പോയിന്റിന്റെ ക്ലിപ്പ് വല്ലതും ഉണ്ടോ നിങ്ങളുടെ? മഷായും ഉണ്ടെങ്കിൽ ഇട്ടുക, അല്ലെങ്കിൽ നമുക്ക് പ്രസന്റേഷൻ നോക്കാം. ഇട്ടാല് ഈ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിക്കാത്ത കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. അന അംഷി, നഹ്നു നംഷി, അവിടെയൊക്കെ ദീർഘമുണ്ട്. ഇസ്നാദുൽ ഫഅലിൽ അംദി മിൻ മശ ഇലാ ദമാഇർ. നേരത്തെ എന്താ പറഞ്ഞത്? യംഷിയാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? മശ. എന്താണ്? ഓക്കെ. അന്തി തംഷീന, അൻതുന്ന തംഷീന. അപ്പൊ എന്താണ്? തഫ്തഹീന എന്ന് പറയുന്നതും തഫ്തഹിന എന്ന് പറയുന്നതും ഒരേപോലെയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, തംഷി എന്നിടത്ത് എന്തുണ്ട്? അവസാനം ഒരു യായുണ്ട്. അതാണ് ഞാൻ നേരത്തെ വിശദീകരിക്കാൻ വിചാരിച്ചിട്ട് വിട്ടുകളഞ്ഞു. തംഷി എന്നിടത്ത് ഒരു യായുണ്ട്. അതേസമയം തഫ്തഹീന എന്ന് പറയുന്നിടത്ത് സ്ത്രീലിംഗ രൂപത്തിന്റെ കൂടെ ഒരു യായുണ്ട് അല്ലേ? ഈ രണ്ട് യായ്ക്ക് പകരം ഒരു യായാണ് ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് രണ്ടും ഒരേപോലെ വരുന്നു. അതേപോലെ തഫ്തഹന എന്ന് പറയുന്നത് എന്താണ്? അൻതുന്ന തഫ്തഹന എന്നല്ലേ പറയേണ്ടത്? അൻതി തഫ്തഹീന, അൻതുന്ന തഫ്തഹന എന്നാണ് പറയേണ്ടത്. തഫ്തഹന. അപ്പം അവസാനത്തെ അക്ഷരവും ആ അക്ഷരത്തിന് സുക്കൂനാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? തംഷി എന്ന് പറയുന്നിടത്ത് അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കെസാണ്. കെസുള്ള തദ്രീബ് നോക്കുക, തദ്രീബിന. അപ്പൊ അൻതുന്ന തദ്രീബിനാണ് വരുന്നതെങ്കിലും തദ്രീബന, അപ്പൊ ബായും സുക്കൂൻ വരണം. ഇവിടെ എന്താണ്? തംഷി കഴിഞ്ഞിട്ട് യാൻ സുക്കൂൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? തംഷി കെസ കൊടുത്തിട്ട് കെസന്റെ ശേഷം യാൻ സുക്കൂൻ കൊടുത്താൽ പറയാൻ പറ്റില്ല. തംഷീന. അപ്പൊ അതുകൊണ്ട് എന്താണ്? അവിടെ മദ്ദായിട്ടാണ് ഉപയോഗിക്കുക. രണ്ട് യാ ഉപയോഗിക്കാൻ പറ്റില്ല, അസൗകര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ യാന്റെയും ലോപിക്കുകയാണ്. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അസിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട, മറിച്ച് എന്ത് ചെയ്യണം? പട്ടിക പറഞ്ഞങ്ങ് പഠിക്കുക, അത്രയേ ഉള്ളൂ. നംഷി നമ്മൾ ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞിട്ട് കൽപ്പന എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നീട്ടുന്ന വരിക്കൊക്കെ തെറ്റിട്ട് കൊടുക്കും, നീട്ടാത്തവർ ശരിയിട്ട് കൊടുക്കും. അവിടെ വാവ് പോയി നമ്മൾ പറയും, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതേപോലെ കാല യക്കൂൽ ഒക്കൂൽ, ഇടയിൽ അൽഫ് ദീർഘം പോയി എന്നൊക്കെ പറയും, പക്ഷെ എന്തുകൊണ്ട് പോയെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ രണ്ടാമത് സെമസ്റ്ററിൽ പഠിക്കുന്നതാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സെക്കൻഡ് സെമസ്റ്ററിൽ അത് പഠിക്കുന്നതാണ്. അപ്പൊ അതേപോലെ ഇവിടെ ചൊല്ലി പഠിച്ചാൽ പ്രശ്നമില്ല. അത് ഇസ്നാദുൽ ഫഅൽ അംരി. അപ്പൊ ഇവിടെ മാദി കഴിഞ്ഞു, അല്ല മുളാരി കഴിഞ്ഞു. ഇവിടെ എന്താണ്? ഫഅലുൽ അംറാണ്. മിൻ മഷ, മഷയുടെ ഫഅലുൽ അംറിലെ രൂപഭേദങ്ങൾ പറയുക. യിംഷി യാ ഹാമിദു. അപ്പോ മഷ യംഷി, യിംഷി ദീർഘമില്ല. യിംഷു യാ ഔലാദു, ഔലാദിനോട് പറയുമ്പോ ഈഷു, ഇംഷു. സഹോദരിയോട് ആമിനയോട് പറയുമ്പോ ഇംഷി യാ ആമിനത്തു. കാരണം ഇഫ്തഹി എന്നാണ് പറയുക. ഇഫ്തഹി, നീ തുറക്കൂ. ഇഫ്തഹി യാ ആമിനത്തു എന്ന് പറയും. അപ്പൊ അതേപോലെ ദുർബലാക്ഷരം ഉള്ളതാണെങ്കിൽ ഇംഷി യാ ആമിനത്തു. ഇംഷീന യാ ബനാത്തു, ഇംഷീന യാ ബനാത്തു. അപ്പൊ നൂന് നെസ്വത്ത് ചേർത്താൽ മതി. ഇവിടെ തംഷീന പറഞ്ഞതും ഇംഷീന പറഞ്ഞിടത്തും നൂനും നിസ്വത്ത്, അതായത് അവസാന രൂപം അങ്ങനെ തന്നെ ഉണ്ട്. കാരണം നൂനും നിസ്വത്ത് വരുമ്പോ അവസാനം മാറുന്നില്ല കേട്ടോ. ഇഫ്തഹ് എന്ന് പറഞ്ഞിടത്ത് ഹാൻ സുക്കൂൻ കൊടുത്തു അല്ലെ? ഇഫ്തഹ് എന്ന് പറഞ്ഞിടത്ത് ഹാന് സുക്കൂൻ കൊടുത്തു. നിങ്ങൾ തുറക്കൂ എന്നുള്ളത് നിങ്ങൾ പറയും യാ ബനാത്തു എന്നാണെങ്കിൽ ഇഫ്തഹിന യാ ബനാത്തു. ഇഫ്തഹീന യാ ബനാത്തു, ഇഫ്തഹീന. അപ്പൊ എന്താണ്? നൂനും നിസ്വത്തും പോകുന്നില്ല. അതേസമയം ഇഫ്തഹീനെ നൂന് പോയി. തഫ്തഹീന എന്നായിരുന്നു ഉണ്ടായിരുന്നത്, തഫ്തഹീന എന്നാണ് ഉള്ളത്. തഫ്തഹീന എന്നാണ്. അപ്പൊ എന്തായി? ആ നൂന് പോവും. ആ നൂന് എന്തിനാ? നൂനാണ്, അഫ്ആൽ ഖംസയുടെ നൂനാണ്. അഫ്ആൽ ഖംസ, ആനി ഈന ഊന വരുന്നതെല്ലാം അഫ്ആൽ ഖംസയുടെ നൂനാണ്. അതേസമയം നൂന് നിസ്വത്തിന്റെ മുമ്പ് സുക്കൂൻ വരുന്നിടത്ത് എന്താണ്? ആ നൂന് പോവില്ല. അതെന്താണ്? ആനി ഈന ഊനയുടെ നൂനല്ല. അതേസമയം ഇംഷീന ഇഫ്തഹീന എന്ന് പറയുന്നിടത്ത് ഇഫ്തഹിനയാണ് കേട്ടോ, ഇഫ്തഹീനയല്ല. ഈ സെയ്ദ് സാഹിബ് കൺഫ്യൂഷൻ ഉണ്ടാക്കി.
ഇഫ്തഹി ഇഫ്തഹിന 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 എന്ന് പറയുന്നിടത്ത് എന്താണ് നൂനും നിസ്വത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അൽഖാമിസ് അശർ ഇസ്നാദു നസിയ ഇല ദമായിർ. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ വീണ്ടും വരെയാണ്. ഇവിടെ എന്തായിരുന്നു മഷ എംഷി എന്നാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. മഷ എംഷി എന്ന് പറഞ്ഞാല് പൂർണ്ണക്രിയയിൽ എന്തില്ല, യാതൊരു ഫതഹില്ല, ഹദായ ഹിദി പോലെയാണ് മഷ എംഷി. ഇവിടെ എന്താണ് നസിയ റളിയ പോലെയാണ്. അവിടെ മാളിയിൽ ഫതഹുണ്ട്. നസിയ. ഇപ്പൊ ഹാമിദുൻ നസിയ അൽ ഔലാദു നസൂ. നസൂ നസൂ എന്ന് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? واحد فقالوا هذا إله سورة الحشر. وإله موسى فنسي ولا تكونوا كالذين نسوا الله لا تكونوا كالذين نسوا الله. إله موسى فنسي نسوا الله فنسيهم. نسوا الله فنسيهم. എന്താണ് നസു ഉണ്ട് അവിടെ. ഓക്കെ. ആമിനത്തു നസിയത്ത്, റളിയത്ത് പോലെ നസിയത്ത്. അൽബനാത്തു നസീന. നസീന. ഇവിടെ ഹർഫ് മദ് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഹർഫ് മദ്ദിന് മുമ്പ് കെസ്ർ വരുമ്പോൾ യാഇന് സുക്കൂൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇഫ്തഹിന എന്നാണ് വരേണ്ടത്. ഹാന് സുക്കൂനാണ്. ഇഫ്തഹിന ഫതഹ യഫ്തഹു ഇഫ്തഹിന, നിങ്ങൾ തുറക്കൂ സഹോദരിമാരെ. അപ്പൊ യഥാർത്ഥം എന്താണ്, സുക്കൂനാണ്. പക്ഷെ അവിടെ കെസ്ർ വരുന്നതുകൊണ്ട് അവിടെ സുക്കൂൻ കൊടുക്കാൻ പറ്റാത്ത. ഏതിനു മുമ്പ് സുക്കൂൻ, ഈ ഹർഫ് മദ്ദിന്, അതായത് യാഇന് മുമ്പ് കെസ്ർ വരുന്നത്. യാഇന് മുമ്പ് കെസ്ർ വരിക എന്ന് പറഞ്ഞാൽ യാഇന് മുമ്പ് കെസ്ർ വരുന്നത് എന്താ, അത് ഹർഫ് മദ്ദുമായിട്ട് യോജിച്ച അടയാളമാണ്. യാഇന് മുമ്പ് കെസ്ർ വരിക എന്ന് പറഞ്ഞാൽ യാ ആകുന്ന ഹർഫ് മദ്ദിനോട് യോജിച്ചതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, യാ സാക്കിനത്താകാൻ പറ്റില്ല. സുക്കൂണിൽ യാനൊരു പേരുണ്ട്, മുമ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. സുക്കൂണിൽ യാൻ എന്ത് പേര് പറയും? യാവുൽ മയ്യിത്ത്. യാവുൽ മയ്യിത്തല്ല, നേരെ سكون തിരിച്ചാണ്. الميت സുക്കൂനുൽ سكون ഹയ്യാണ്. الميت സുക്കൂനുൽ ഹയ്യ്. സുക്കൂനുൽ ഹയ്യ് വന്നാൽ സുക്കൂനുൽ ഹയ്യ് വന്നാൽ എന്ത് ചെയ്യും? എന്താ പേര്? ദീർഘം വരും. അത് നേരെ ഓപ്പോസിറ്റാണ്. ദീർഘം വന്നാൽ സുക്കൂനുൽ മയ്യിത്താണ്. സജീവ സുക്കൂൻ എന്ന് പറഞ്ഞാൽ അവിടെ സുക്കൂൻ പ്രിന്റ് ചെയ്യുന്നതാണ് സജീവ സുക്കൂൻ. സുക്കൂൻ പ്രിന്റ് ചെയ്യാത്തത് നിർജീവ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹർഫ് മദ്ദാണ്. സുക്കൂനുള്ള യാഇനൊരു പേരുണ്ട്. ആ യാഇന്റെ പേരാണ് യാ ഉല്ലീൻ. മുമ്പ് എവിടെയോ എക്സർസൈസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ ഉല്ലീൻ എന്ന്. തീരെ കേട്ടില്ലെങ്കിൽ നമുക്ക് മറന്നു വെക്കുക. ഇപ്പൊ ഒരു പ്രാവശ്യം കേട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ പിന്നെ എപ്പോഴും എഴുതി വെക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ പറയാത്ത പുതിയ കാര്യങ്ങൾ, ടെക്നിക്കൽ വാക്കുകൾ പ്രത്യേകിച്ചും എഴുതി വെക്കും. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം എന്നതുകൊണ്ട് അത് തജ്വീദിലാണ്. തജ്വീദ് മദ്ദ് ലീൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലീനിന്റെ ഹർഫിൽ ലീൻ വന്നാൽ അവിടെ എന്ത് ചെയ്യും, വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹർക്കത്തൊക്കെ നീട്ടാം? 2, 4, 6. 2, 4, 6. 2, 3 അല്ല, 2, 4, 6. ഇസ്നൈൻ അർബഅ ഖംസ. ഇസ്നൈൻ അർബഅ സിത്ത. അതിനാണ് എന്ത് ചെയ്യുന്നത്, മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. അവിടെ മദ്ദാണ്. യാഇന് സുക്കൂനുണ്ട്. അങ്ങനെയുള്ള നേരത്ത് മദ് ചെയ്യുമ്പോൾ ഉള്ള നിയമമാണ് അത് തജ്വീദിലുള്ള നിയമം. അല്ലാത്ത അങ്ങനെ വരുന്ന യാഇന് എന്ത് പേര് പറയും? സുക്കൂനുള്ള യാഇന് യാ ഉൽ ലീൻ എന്ന് പറയും. ഓക്കെ. ആമിനത്തു നസിയത്ത്, അൽബനാത്തു നസീന. അൻത നസീത, അൻതും നസീതും, അൻതി നസീതി, അൻതുന്ന നസീതുന്ന, അന നസീതു, നഹ്നു നസീന.
നസിയ നമ്മൾ ടേബിൾ പഠിച്ചില്ല അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്നാദു യൻസ ഇല ദമാഇർ. അപ്പോ മുളാരിന് രൂപഭേദങ്ങൾ. ഹാമിദുൻ യൻസ അൽ ഔലാദു യൻസൗന. അപ്പൊ ഈ ഇവിടെ എന്ത് വാവാണ്? വാവ് ലീനാവോ? അത് തന്നെ വാവുല്ലീൻ. യൻസൗന അസ്ലുഹു യൻസയൂന എന്നാണ്. അതിലേക്ക് നമ്മൾ പോകണ്ട. യഫ്തഹൂന എന്നാണ് വരുന്നത്. അപ്പോ യൻസ യൻസൗന. ആമിനത്തു തൻസ അൽബനാത്തു തൻസൈന. അൽബനാത്തു യൻസൈന യഫ്തഹ്ന പോലെ. അൻത തൻസ അൻതും തൻസൗന അസ്ലുഹു തൻസയൂന. അൻതി തൻസൈന അൻതുന്ന അൻതുന്ന തൻസൈന. രണ്ടുപേരും നേരത്തെ വന്നതുപോലെ. അവിടെ എപ്പോഴും സംശയം ഈ തംശീനെയും തൻസൈനെയും. നിങ്ങൾ പഠിച്ച അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിച്ച ടേബിൾ എടുത്ത് നോക്കി, രണ്ട് രൂപങ്ങൾ ഒരേപോലെയുള്ള കുറെ പദങ്ങളുണ്ട്. അല്ല അതല്ല, ഈ അൻതുന്ന വരുമ്പോഴുള്ള വ്യത്യാസം വരുന്നതേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻതുന്ന വരുമ്പോഴും അന്തി വരുമ്പോഴും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്തി വരുമ്പോൾ രണ്ട് സ്ഥലത്തും എന്താണ് പിന്നെ അന്തി വരുമ്പോൾ അവിടെ തഫ്തഹീന എന്ന് പറയുന്ന ഒരു യാ അവിടെ ഉണ്ട്. ഒരു യാ എങ്ങനെ വരുന്നു? സഹോദരിക്ക് വേണ്ടി യാ വരുന്നു, സ്ത്രീലിംഗത്തിന് വേണ്ടി യാ വരുന്നു. അപ്പോ തഫ്തഹീന എന്നാണ് വരേണ്ടത്. ആ യാ ഉണ്ട്. പിന്നെ തൻസ എന്ന് പറയുന്നിടത്ത് എന്താണുള്ളത്? യാന്റെ ഷേപ്പിലല്ല എഴുതുന്നത്. ആ യാ ഉണ്ട്. ആ യാ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, ഒന്നിനെ കളഞ്ഞിട്ടാണ് അവിടെ യാ സുക്കൂൻ കൊടുക്കുന്നത്. തഫ്തഹീന എന്നാണ് വരേണ്ടത്. തൻസീന എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, അത് തഫ്തഹീന എന്നാണ് വരേണ്ടത്. അപ്പൊ രണ്ട് യാന് പകരം എന്ത് ചെയ്യുന്നു? തൻസൈന, തൻസ തൻസൗന എന്ന് പറയുന്ന പോലെ തൻസൈന എന്ന് ലീന്ന് പറയുന്നു. അൻതുന്ന വരുമ്പോഴോ? അൻതുന്ന വരുമ്പോ തഫ്തഹ്ന എന്നാണ് വരേണ്ടത്. അൻതുന്ന തഫ്തഹ്ന എന്നാണ് വരേണ്ടത്. അൻതുന്ന തഫ്തഹ്ന എന്ന് വരുന്നിടത്ത് എന്താണ്? എന്ന് വരുമ്പോൾ എന്താ യഥാർത്ഥം സംഭവിച്ചത്? അവിടെ തൻസ എന്ന് പറഞ്ഞ ഒറിജിനൽ യാ അവിടെ ഉണ്ടല്ലോ. തൻസ എന്ന് പറഞ്ഞപ്പോൾ യാന്റെ ഷേപ്പിൽ എഴുതാനിപ്പുണ്ടല്ലോ. ആ യായിനെയാണ് എന്ത് ചെയ്യുന്നത്? സുക്കൂൻ കൊടുത്ത് അവിടെ നിർത്തുന്നത്. കാരണം എന്താ? തഫ്തഹിനയുടെ അവസാനത്തെ അക്ഷരത്തിന്, ഫത്തഹയുടെ അവസാനത്തെ അക്ഷരമായ ഹാന് സുക്കൂൻ കൊടുത്തിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇവിടെയുള്ള യാ ഒറിജിനൽ അതിലുള്ള അക്ഷരമാണ്. മറ്റിടത്ത് ഒറിജിനൽ ഉള്ള അക്ഷരത്തിൽ ഒന്ന് പോയിട്ട് പിന്നെ ഒന്നാണ് നിൽക്കുന്നത്. സഹോദരിക്ക് വേണ്ട യാ വന്ന യായുണ്ട്, അല്ലാത്ത യായുണ്ട്. ഒന്നാണ് അവിടെ നിലനിൽക്കുന്നത്. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടും എന്തായി? രണ്ടും ഒരേപോലെ ആയി. രണ്ടും സുക്കൂനുള്ള യാ അവിടെ വരാൻ കാരണം രണ്ടും രണ്ടാണ്. അൻതുന്ന തൻസൈന എന്ന് പറഞ്ഞിടത്ത് സുക്കൂനുള്ള യാ അവിടെ അതിൽ പെട്ട അക്ഷരത്തിനെയാണ് സുക്കൂൻ കൊടുത്തിരിക്കുന്നത്. അസ്ലിയായ അക്ഷരത്തിനാണ് സുക്കൂൻ കൊടുത്തിരിക്കുന്നത്. അത് അലിഫായിരുന്നു, യാന്റെ ഷേപ്പിലുള്ള അലിഫായിരുന്നു. പക്ഷെ യാന്റെ ഷേപ്പിൽ ഒന്നുകൊണ്ട് അതിന് സുക്കൂൻ കൊടുത്തോളം നിർത്തി. മറ്റെന്താണ്? മറ്റത് തൻസൈന എന്ന് പറഞ്ഞിടത്ത് തഫ്തഹീന എന്നാണ് വരേണ്ടത്. അപ്പൊ അവിടെ സഹോദരിക്ക് വേണ്ടി വരുന്ന ഒരു യായുണ്ട്, ഒരക്ഷരം പോവുകയും ചെയ്തു. അങ്ങനെയാണ് അതിന് യായ്ക്ക് സുക്കൂൻ. അന അൻസ നഹ്നു നൻസ. ഇസ്നാദ് ഫഅലുൽ അംരി മിൻ നസിയ. അപ്പൊ ഫഅലുൽ അംർ കൽപ്പന ക്രിയ. ഇൻസ യാ ഹാമിദു, നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. അവസാനത്തെ അക്ഷരം പോകും. ഇൻസൗ യാ ഔലാദു. യഖ്ഷ യഖ്ഷൗ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇൻസൗ യാ ഔലാദു, കുട്ടികളെ നിങ്ങൾ മറക്കൂ. ഇൻസൈ യാ ആമിനത്തു. ഓക്കെ, ഇൻസൈ യാ ആമിനത്തു.
ഇംഷീന യാ ബനാത്തു. ഇംഷീന യാ ബനാത്തു. ഇതൊക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു പഠിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അസിലേക്ക് രൂപഭേദങ്ങളിലേക്കൊന്നും പോയാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ വായിന് വരില്ല വാക്കുകൾ. അസിലേക്ക് പോയാൽ നമ്മൾ അതിന്റെ തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാകും എന്നതല്ലാതെ നമ്മൾ പ്രയോഗത്തിൽ വായിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവുകയും വായിൽ വരികയും ചെയ്യും, പറയുമ്പോൾ വായിൽ വരികയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ടേബിൾ അങ്ങനെ പറഞ്ഞു പിടിക്കും. ഓക്കെ, ഇംഷി യാ ആമിനത്തു ഇംഷീന യാ ബനാത്തു ഇങ്ങനെ വായിച്ചു പഠിക്കുക. ഇസ്നാദ് നസിയ ഇല ദമാഇർ. ഇനി അടുത്ത നസിയ. ഹാമിദ് നസിയ അൽ ഔലാദു നസു. അതൊക്കെ നമ്മൾ വായിച്ചത് നേരത്തെ. നിങ്ങൾ വീണ്ടും വന്നത് 18 വായിക്കണ്ടേ അല്ലേ? ഇനി വേണ്ടത് ഏത്? നമ്മൾ 17 വായിക്കേണ്ടത്. ഇൻസ യാ ഹാമിദു ഇൻസൗ യാ ഔലാദു ഇൻസൈ യാ ആമിനത്തു ഇൻസൈന യാ ബനാത്തു. അതായിരുന്നു വായിക്കേണ്ടത്. അന അൻസ ആണ് വായിച്ചത് നേരത്തെ. അന അൻസ നഹ്നു നൻസ. അത് കഴിഞ്ഞിട്ട് വരേണ്ടത് ഇസ്നാദ് ഫിൽ അംരി മിൻ നസിയ. ഫിൽ അംർ നസിയ ഫിൽ അംർ. ഇൻസ യാ ഹാമിദു ഇൻസൗ യാ ഔലാദു ഇൻസൈ യാ ആമിനത്തു ഇൻസൈന യാ ബനാത്തു. ഇതാണ്. അത് കഴിഞ്ഞിട്ട് 18 ദഅ. ദഅ. അപ്പൊ ദഅ ദഅഉ ദഅഉതു ദഅഉതും ദഅഉതു ദഅഉന അത് പഠിച്ചു വെക്കുക. പിന്നീട് സ്ത്രീലിംഗ രൂപങ്ങൾ പറയാം. ഹാമിദുൻ ദഅ അൽ ഔലാദു ദഅൗ. അപ്പോ അലിഫിലാണ് അവസാനം. ദഅ ദഅൗ. ഹദ ഹദൗ പോലെ തന്നെയാണ്. ദഅ ദഅൗ. ആമിനത്തു ദഅത് അൽ ബനാത്തു ദഅൗന. നമ്മൾ പറഞ്ഞു ആമിനത്തു ആമിനത്ത് ഹുവ ദഅ ഹിയ ദഅത്ത് പഠിച്ചു. അതേസമയം ബനാത്ത് വരുമ്പോ ദഅൗന വാവുല്ലീൻ ദഅൗന. എന്ന് പറഞ്ഞാൽ ഫതഹന 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 ദഅൗന. أنت دعوت أنتم دعوتم أنت دعوتي أنتن دعوتن فتحتن. أنا دعوت نحن دعونا. إسناد يدعو. حامد يدعو الأولاد يدعون. آمنة تدعو البنات تدعون. البنات يدعون. آمنة تدعو البنات يدعون. يفتحن ولا يدعون. ينصرن ولا ينصرن. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വാവിന് മുമ്പ് ലമ്മ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഹർഫ് മദ്ദായിട്ട് മാറുന്നു. കാരണം വാവിന് മുമ്പ് ലമ്മ് വരുമ്പോൾ വാവ് ലീനായിട്ട് പറയാൻ പറ്റില്ല. കസറിന് ശേഷം യാ വരുമ്പോൾ യാ ലീനായിട്ട് പറയാൻ പറ്റാത്ത പോലെ വാവിന് മുമ്പ് ലമ്മ് വരുമ്പോൾ പിന്നെ ഹർഫ് മദ്ദായിട്ടാണ് വരിക. യദ്ഊന അൽ ബനാത്ത് യദ്ഊന. അപ്പൊ ഹും യദ്ഊന എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഹുന്ന യദ്ഊന. അൻത തദ്ഉ അൻതും തദ്ഊന അൻതി തദ്ഈന അൻതുന്ന തദ്ഊന. അപ്പോ അൻതും തദ്ഊനയും അൻതുന്ന തദ്ഊനയും ഒരേപോലെയാണ്. ഒന്ന് ഫതഹ എടുത്ത് നോക്കിയാൽ അൻതും തഫ്തഹൂന. അവിടെ ഒറിജിനൽ മദ്ദാണ് തഫ്തഹൂന. അൻതും തഫ്തഹൂന. അൻതുന്ന വരുമ്പോഴോ തഫ്തഹന തഫ്തഹന. അപ്പൊ അൻതുന്ന തഫ്തഹന എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ അതിനെടുത്ത് നോക്കിയാൽ അതിന് കഴിഞ്ഞിട്ട് വാവിന് സുക്കൂനാണ്.
യൻസുർ എടുത്ത് നോക്കിയാൽ ലമ്മാണല്ലോ. അതേപോലെ നസറ ബാബാണ് ദ. അപ്പം അൻതുന്ന തൻസുർന എന്നാണ്. അൻതുന്ന തൻസുർന. അപ്പൊ നസറയുടെ അവസാനത്തെ അക്ഷരമായ റാഇന് സുക്കൂനാണ്. അപ്പൊ ഇവിടെ തദ്ഊനയുടെ അവസാനത്തെ അക്ഷരമായ വാവിന് സുക്കൂനാണ്. പക്ഷെ വാവിന് സുക്കൂൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ തൊട്ട് മുമ്പളയിലുള്ള അമ്മാണെങ്കിൽ വാവിന് സുക്കൂൻ കൊടുക്കാൻ പറ്റില്ല. അവിടെ ഹർഫ് മദ്ദായിട്ടേ ഉപയോഗിക്കാൻ പറ്റും. അതേസമയം അൻതും തദ്ഊന എന്ന് പറഞ്ഞിടത്ത് അൻതും തൻസുറൂന എന്ന് പറഞ്ഞതുപോലെ ദീർഘത്തിന്റെ വാവാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു പഠിക്കുക. അന അദ്ഉ നഹ്നു നദ്ഉ. അപ്പൊ ഇത് നമ്മൾ ടേബിൾ പഠിച്ചതിനെല്ലാം ടേബിൾ പഠിക്കുക. പിന്നീട് അതിന്റെ ഇടയിലുള്ള സ്ത്രീലിംഗ രൂപങ്ങൾ പ്രത്യേകിച്ച് എഴുതി പഠിക്കുക. ഷിരീൻ, സമയം തീരുമ്പോഴത്തേക്ക് ക്ലാസ് തീരും. ഷിരീൻ, ഇസ്നാദ് ഫഅലുൽ അംരി മിൻ ദഅ. അപ്പോ ദഅയുടെ അംർ ഉദ്ഉ യാ ഹാമിദു, ഉദ്ഉ യാ ഔലാദു. ഇതൊക്കെ നമ്മൾ പാഠത്തിൽ വന്നപ്പോ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഉദ്ഉഹും ലിആബാഇഹിം, ഉദ്ഉ യാ ഔലാദു, ഉദ്ഈ യാ ആമിനതു, ഉദ്ഊന യാ ബനാതു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഗതിയാണ് വരുന്നത് കേട്ടാ. ഉദ്ഊന ബനാതു. അടുത്തത് അരിനി എന്ന പ്രയോഗം. അരിനി, അരിനി എന്ന പ്രയോഗം. അരിനി എന്ന് പറഞ്ഞാൽ ഷോമി. അരിനി, ഷോമി. നമ്മൾ അറൂനി ഉണ്ട് ഖുറാനില്. അറൂനി, അറൂനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറൂനി മാതാ ഖലഖല്ലാഹ്. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ അരിനി എന്ന് പറഞ്ഞാലോ നീ എനിക്ക് കാണിച്ചു തരൂ, നീ എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ യഖൂലു മുദരിസു ലികുല്ലി ത്വാലിബിൻ മിന തുല്ലാബി അരിനി, അരിനി പറയണം. അപ്പൊ നമ്മള് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാൻ പറയാത്തതുകൊണ്ട് അരിനി എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. യാ ഫുലാനു അരിനി കിതാബക്. ഒരാളുണ്ടായിരുന്നില്ല. അരിനി കിതാബ്. നാസർ സത്താർ ഒന്നും മിണ്ടാത്ത എന്താ? സത്താർ നേരത്തെ എന്തൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നാസർ ആറ്റിങ്ങൽ നാസറാണ്. അതെ ഉസ്താദെ, ഞാനിപ്പോ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എവിടെയാ ജോലി? ഇപ്പം എവിടെയാ ജോലി? ഞാൻ ആറ്റിങ്ങൽ തന്നെയാണ് ജോലി. പക്ഷെ എനിക്ക് ഒരുപാട് ടവറും സൈറ്റും ഒക്കെ ഉണ്ട്. 30ഓളം സൈറ്റ് ഉണ്ട് ആറ്റിങ്ങല്. ഇടയ്ക്ക് വർക്കലയുടെ ചാർജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ വന്നപ്പോ ഇടവ വന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഫോട്ടോ ഒക്കെ ഇട്ടുവന്നത് ഇദ്ദേഹമാണ് കേട്ടോ. ടെലികോം എന്താണ് നിങ്ങള്? ഞാൻ JTO ആണ്, ജൂനിയർ ടെലികോം ഓഫീസർ. ജൂനിയർ ടെലികോം ഓഫീസർ. അടുത്ത സീനിയർ ടെലികോം ഓഫീസർ ആകുമോ? സീനിയർ ടെലികോം സബ് ഡിവിഷൻ എഞ്ചിനീയർ. സബ് ഡിവിഷൻ എഞ്ചിനീയർ അടുത്ത് വരേണ്ടത്. അതാവേണ്ടത് ആണ്. പക്ഷേ BSNL ഒരു സ്ഥിതി അനുസരിച്ച് ആയില്ല. ആയ കാശ് കൂടുതൽ തരണം. ആയ കാശ് കൂടുതൽ തരണം. അതുകൊണ്ടാണ്. അല്ല, ഗ്രേഡ് ആയിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് കിട്ടാൻ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗ്രേഡ് ആയി അല്ലേ? ഗ്രേഡായി. പോസ്റ്റ് അതിന്റെ അകത്ത് ഉള്ള നമുക്ക് ഗ്രേഡ് കിട്ടിയാൽ മതി. അത് മതി. നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾ നേരത്തെ വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം റെസ്പോൺസിബിലിറ്റി ഉള്ള പോസ്റ്റാണ്. അതെ, നമ്മൾ സമയം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇന്നല്ലേ? ഞാൻ കൂടുതൽ റെക്കോർഡഡ് ക്ലാസ്സിലൂടെയാണ് കാണുന്നത്. കൂടുതലും ലൈവായിട്ട് മിക്കവാറും. അന്ന് നമ്മൾ 7:30 ക്ലാസ് വെച്ചപ്പോ പരാതി പറഞ്ഞ ആളാണ്. അതെ. അല്ല, അന്നൊരു കാര്യമുണ്ട് സാർ. അന്ന് എനിക്ക് പിന്നെ ഈ കണക്ക് ഫീൽഡ് അല്ലായിരുന്നു, ഓഫീസായിരുന്നു. മറ്റേ ട്രിവാൻഡ്രത്ത് IT സെല്ലിലായിരുന്നു BSNL. അവിടെ ആയിരുന്നപ്പോ എനിക്ക് കറക്റ്റ് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിലെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, സമയം മാറ്റിയത് കാരണം.
പിന്നെ പരിശുദ്ധ നെക്സ്റ്റ് ഇത് ഖുർആനിലെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതിനാണ് റാങ്ക് കിട്ടിയത്? പ്രിലിമിനറി 1-നോ? പ്രിലിമിനറി 1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശ്രമിച്ചാൽ ഇനിയും കിട്ടും. ശരി. അപ്പൊ യാ ഇൻഷാ ഫുലാനു അള്ളാ. അരിനി. അപ്പൊ യാ ഫുലാനു എന്ന് പറയാൻ കാരണം എന്താണ്? ഫുലാനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നാൽ ഇന്ന പുരുഷൻ ആണ്. അപ്പോ ഫുലാനു എന്താണ്? മുദക്കറാണ്. യാ ഫുലാനു. അപ്പൊ യാ നാസിറു അരിനി കിതാബക്, ഷോ മീ യുവർ ടെക്സ്റ്റ് ഓർ പുസ്തകം ഓർ ബുക്ക്. അരിനി സാഅതക്, അരിനി സാഅതക്, ഷോ മീ യുവർ വാച്ച്. അരിനി കലമക്, ഷോ മീ യുവർ പെൻ. അരിനി ദഫ്തറക്, ഷോ മീ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക്. അരിനി എന്ന് ഖുറാനിൽ പറയണ്ടല്ലോ അതല്ലേ? അരിനിയുണ്ടോ? ഉണ്ട്. അതായത് ഇബ്രാഹിം നബി അവരോട് റബ്ബി പറയുന്ന അരിനി കൈഫ തുഹ്യിൽ മൗത. റബ്ബി അരിനി. മാഷാ അല്ലാ, മാഷാ അല്ലാ. റബ്ബി. അല്ലാഹ് യർള അലൈക്കി. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, സൂറത്ത് ബഖറയിൽ. യാ ഫുലാനു അരിനി. അപ്പോ യാ ഫുലാനു അരിനി. അരിനി എന്ന് പറഞ്ഞപ്പോൾ അരി എന്താണ്? മുദക്കറാണ്. നീ കാണിക്കൂ. ഒരു പുരുഷനോട് പറയുന്നത്. ഈ യാ ഫുലാനു പെണ്ണാണെങ്കിലോ? ഫുലാനു പെണ്ണാണെങ്കിൽ ഫുലാനത്ത് എന്നാണ് പറയുക. ഫുലാനത്ത്. അരീനി നീട്ടണം. കലിമാത്തുൽ ജദീദ. അൽ അഷ എന്താണ്? ഡിന്നർ. ഡിന്നർ. അൽ യമീനു വലത് ഭാഗം മാനയായി. ഒന്ന് സത്യം ചെയ്യല്, പിന്നൊന്ന് വലത് ഭാഗം, വലത് കൈ. വലതിന്റെ ഓപ്പോസിറ്റ് ആണ് യസാർ. മാഫി യമീനിക്ക എന്ന് പറഞ്ഞ എന്താണ്? അത് അമ്മ ചോദിച്ചല്ലോ മൂസ എടുത്ത്. മാഫി യമീനിക്ക എന്ന് ചോദിച്ചു. അപ്പൊ അതെന്താണ്? അത് സാഹിത്യമായ യൂസേജ് ആണ്. കയ്യിൽ എന്താ ഉള്ളത്? കൈ യമീനിന് കയ്യെന്ന് അർത്ഥമില്ല, മറിച്ച് എന്താണ്? ബലാഗിയായ ഉപയോഗമാണ്. കൈക്ക് പകരം ആ കൈയുടെ ഭാഗത്ത് വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. തഹ്ഖീഖ് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ. തനാവുൽ ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുക എന്നർത്ഥത്തിലാണ് തനാവുൽ. ആലിഹത്തിന്റെ ഏകവചനമാണ് ഇലാഹുൻ. ഏതായത്ത് ഓർമ്മിച്ച് വയ്ക്കാൻ പറഞ്ഞു നമ്മള്? ഇലാഹൻ ആഖിറ. അല്ല, അജാലൽ ആലിഹത ഇലാഹം വാഹിദൻ. അത് രണ്ടുണ്ട്. അൽ ഖുമാമത്തു ഗാർബേജ്. ഖൗമുൻ ജനത. ഖൗമിന്റെ ബഹുവചനമാണ് അഖ്വാമു. ലൈൽ രാത്രി. ലൈലിന്റെ ഓപ്പോസിറ്റ് നഹാർ. തുറാബ് മണ്ണ്. അഹലുൻ കുടുംബം. അഹലിന്റെ ബഹുവചനമാണ് അഹ്ലീന. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് ജനങ്ങളിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ടെന്ന്. കുറെ അഹ്ലുകാരുണ്ട്. എന്താ അർത്ഥം? അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസ്സതുഹു. അള്ളാഹിന്റെ അഹ്ലുകാരാണ്? അള്ളാഹിന്റെ ആൾക്കാർ. അഹ്ലുൽ ഖുർആൻ, അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കുന്ന ആൾക്കാർ. ഖുർആന്റെ ആൾക്കാർ എപ്പോഴും ഖുർആൻ ചർച്ച ചെയ്യുക, ഖുർആൻ പഠിക്കുക, ഖുർആനെ കുറിച്ച് ചിന്തിക്കുക. ഖുർആൻ പഠിക്കുന്ന എല്ലാവരും വരുമല്ലോ. പിന്നെന്താ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും വരും. ആ ചിന്തയിൽ അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആന് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവരും വരും. അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ് ഖുർആൻ പ്രിന്റ് ചെയ്യുന്നെങ്കിൽ അതും വരും. അല്ല ജോലിക്ക് വേണ്ടിയാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അത് വരില്ല.
അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ അവിടെ പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത്, ഖുറാന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അയാളുടെ അക്ഷരം കൃത്യമായി നോക്കലാണ് അയാളുടെ ജോലി. അതെല്ലാം എന്തായിരിക്കും ഇത് വരും. അയാളെ ഒരു നോട്ടപ്പിശക് വന്നാലും ഒരുപാട് ആൾക്കാർ തെറ്റ് വായിക്കും. സാഹിബുൻ അസ്ഹാബിൻ വക്കയുടെ അർത്ഥം എന്താ? സംഭവിച്ചു, പിന്നെ വീണു. മുമസ്സഖ് ചീന്തപ്പെട്ടത്. മുമസ്സഖ് കീറിയതെന്ന് പറഞ്ഞാലും അർത്ഥമായി. പക്ഷേ മുമസ്സഖ് എന്താണ്? മഫ്ഊലായിട്ടുള്ള ഉപയോഗമാണ്. ഇസ്മു മഫ്ഊലാണ്. മുമസ്സഖുൻ രണ്ട് ഖുറാനില്ലേ? മുമസ്സഖുൻ മുമസ്സഖിൻ തവായതുരി തവിയൻ ഇതെന്തിനാ ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്? മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ക്രിയാധാതു എന്താണ്? എത്തിയുടെ ക്രിയാധാതു ഇത്തിയാൻ. അപ്പൊ ഈത്ത ഏതിന്റെ ക്രിയാധാതുവാണ്? ആത്തായുടെ ക്രിയാധാണ്. തബിയ യത്ബാവിന്റെ ക്രിയാധാതുവാണ് തബഅൻ. തബിയയുടെ അർത്ഥം എന്താണ്? പിന്തുടർന്നു. നേരത്തെ നമ്മൾ വായിച്ചെന്താണ്? തബിയ വന്നിട്ടുള്ള ഒരു വാക്ക് വായിച്ചില്ല. ഹദായഹദിയുടെ ക്രിയാധാതു എന്താണ്? ക്രിയാധാതു എന്താ പറഞ്ഞത്? തബഅൻ, തുടരൽ. തബഅൻ ഔ തബഉൻ. മഫ്ഊലു ബിഹി എല്ലാം എന്താണ്? മഫ്ഊലു ബിഹി അല്ല, മസ്ദർ അഥവാ ക്രിയാധാതു എല്ലാം നസ്ബ് ചെയ്തിട്ടാണ് പറയല്. അതങ്ങനെ ശൈലിയാണ്. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവിടെ നസ്ബ് ചെയ്തു എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മർഫു ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമില്ല, അങ്ങനെ ഡിക്ഷണറിയിൽ പറയുന്നു. പക്ഷെ 99% ഡിക്ഷണറിയിലും അതിന്റെ ക്രിയാധാതു മൻസൂബായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫത്തഹയുടെ ക്രിയാധാതു നോക്കിയാൽ ഫത്തഹ യഫ്തഹു ഫത്ഹൻ എന്ന് കാണും. ഡിക്ഷണറിയിൽ നോക്കിയാൽ 2-3 സംഗതി ഉണ്ടാവും. ഫത്തഹ മാദി ഉണ്ടാവും, യഫ്തഹു എന്നുള്ള മുളാരി ഉണ്ടാവും, ഫത്ഹൻ എന്നതിന്റെ മസ്ദർ. അവിടെ എല്ലാം എന്തായിരിക്കും? മൻസൂബായിട്ടായിരിക്കും ഉണ്ടാവുക, നസ്ബ് ചെയ്യപ്പെട്ടതായി. ഹദാ യഹ്ദി ഹുദൻ ഹിദായത്ത് ഹദിയും എന്നും കൂടെ ഉണ്ട്. ഹുദൻ ഹദിയൻ ഹിദായത്തൻ. ഓക്കെ, هذه هي نهاية درس الثامن 20. സമയം ഒരുപാട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ലോയിൽ പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. പരീക്ഷ ഇനി അടുത്തിരിക്കുകയാണ്. എത്ര പാടുണ്ട്? 3 പാഠം. 3 പാടേ ഉള്ളൂ. 3 പാടം ചിലപ്പെടാ പോകും. അപ്പൊ റമദാൻ മുമ്പ് പരീക്ഷ നടത്തണം. റമദാൻ മുമ്പ് പരീക്ഷ നടത്തണോ അതിന് ശേഷം നടത്തണോ? മുമ്പ് നടത്തണം അല്ലേ? റമദാൻ പഠിക്കാൻ സമയം കിട്ടില്ല. ഇതുണ്ട് അല്ലേ? ആരാ പറഞ്ഞു ഇതുണ്ടെന്ന്? എവിടെയായിരുന്നു കാലിക്കട്ട് ഷേഖ്? 2 ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ഇന്ന് ലേറ്റല്ലേ വന്നത്? നിങ്ങളെ ഈ ഇമെയിൽ ഐ ഡിയാണ് നിങ്ങളെ പേര് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാകാൻ. abuk968@gmail.com നാസിഹായി എന്നൊക്കെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പേര് കൊടുത്താൽ പേര് എല്ലാവരുടെയും പോലെ പേര് കാണിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്ക്രോൾ ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങളെ സ്വരം കേട്ടപ്പോഴാണ് നിങ്ങൾ അഭാവം നോട്ട് ചെയ്തത്. സ്വരം കേട്ടപ്പോൾ അഭാവം നോട്ട് ചെയ്തത്, പ്രസൻസ് നോട്ട് ചെയ്തതല്ല, ആബ്സെൻസ് നോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ മായിദ നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റമദാൻ കഴിഞ്ഞിട്ട് വയ്ക്കാം. നമ്മൾ ആവർത്തിച്ച് പഠിക്കണം കേട്ടോ. തുടക്കം പോലെ പഠിക്കണം.
ഓരോ പാദം എടുത്തിട്ട് അതിലെന്താണ് കൺസെപ്റ്റ് അനുസരിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.